നമസ്കാരം. ഞാൻ ഗവൺമെൻറ് LPS ആയിരത്തി HM ബിന്ദു പി. ഇന്ന് ഞങ്ങളുടെ സ്കൂളിൻ്റെ 111ാം വാർഷികവും ഇടമളയ്ക്കൽ പഞ്ചായത്ത് അനുവദിച്ചു തന്ന സ്മാർട്ട് ക്ലാസ് റൂമിൻ്റെ ഉദ്ഘാടനവുമാണ് നടക്കുന്നത്. ഉദ്ഘാടനം ചെയ്യുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ലിജു ആലിവിളയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ മുഖ്യ പ്രഭാഷകനായിട്ട് എത്തിയിരിക്കുന്നത് AEO അഞ്ചൽ ശ്രീ ജഹ്ഫറുദ്ദീൻ സാറാണ്. എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും SMC, PTA, അതുപോലെ തന്നെ സ്കൂൾ വികസന സമിതി, രക്ഷിതാക്കൾ എല്ലാവരുടെയും സഹായത്തോടു കൂടിയാണ് ഇത്രയും വിപുലമായ രീതിയിൽ ഞങ്ങൾ ഈ വാർഷികാഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രസാദ് കോടിയാട്ട്, വ്യാപാരി വ്യവസായ ജനറൽ സെക്രട്ടറിയാണ്. ഇവിടെ നമുക്കറിയാം ആയൂർ LPS സ്കൂൾ, ഗവൺമെൻറ് LPS സ്കൂളിൻ്റെ 111ാമത് വാർഷികവും അതുപോലെ തന്നെ ഇവിടുത്തെ സ്മാർട്ട് ക്ലാസ് ഉദ്ഘാടനവും ഇന്ന് നടക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തിലാണ്. കാരണം ഞങ്ങളൊക്കെ പഠിച്ച ഒരു സ്കൂളാണ്. ദീർഘകാലം നമുക്കറിയാം ഇവിടെ ആയൂരിലെ മാത്രമല്ല നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിലുള്ള എല്ലാവരും അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ തുടക്കം ഈ മുത്തശ്ശി സ്കൂളിലായിരുന്നു. തീർച്ചയായിട്ടും ഇപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഈ സ്കൂളിൻ്റെ വാർഷികാഘോഷത്തിലും ഇത് ഇന്നൊരു സ്മാർട്ട് ക്ലാസ് ആയി മാറുകയാണ്. ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ പഠിക്കാനുള്ള എല്ലാ സാഹചര്യവും ഈ സ്കൂൾ ഒരുക്കിയിട്ടുണ്ട്. ഇവിടുത്തെ സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ അംഗമെന്ന നിലയിൽ ഈ സ്കൂളിലെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി ഇവിടുത്തെ ടീച്ചർമാരും അതുപോലെ തന്നെ ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ നന്നായി, അതുപോലെ തന്നെ SMCയുടെ അംഗങ്ങൾ ഉൾപ്പെടെ എല്ലാവരും വളരെ നന്നായി പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ സ്കൂൾ ഇത്രയും നല്ല തലത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ലിജു ആലുവിളയാണ് ഇത് ഈ ഉദ്ഘാടന വേളയിൽ. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് എബിൻ കെ മോൻസ് എന്ന കുഞ്ഞിന് ഇവിടെ കഴിഞ്ഞ 4ാം ക്ലാസ്സിൽ പഠനം പൂർത്തിയാക്കിപ്പോയ കുട്ടിക്ക് ഇവിടുന്ന് സ്കോളർഷിപ്പും ഇന്ന് നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാം കൊണ്ടും വളരെ സന്തോഷത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. ഈ സ്കൂളിൻ്റെ ഈ വാർഷികത്തിൽ ഈ സ്കൂളിൻ്റെ എല്ലാ വിജയത്തിനും വേണ്ടി എല്ലാവരും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. 111 വർഷം പഴക്കമുള്ള ഈ അക്ഷരമുത്തശ്ശിയുടെ തിരുമുറ്റത്ത് ഇന്നൊരു സ്മാർട്ട് ക്ലാസ് ഉദ്ഘാടനം ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ കുട്ടികളുടെ വളർച്ചയ്ക്കും അവരുടെ മറ്റ് സൗകര്യങ്ങളെല്ലാം ഈ സ്കൂളിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. അത് നമ്മുടെ കുട്ടികളുടെ എല്ലാം ഉന്നമനത്തിനും അവരുടെ പഠിത്തത്തിനും ഒക്കെ സഹായകമായി വരും എന്നുള്ളതിൽ ഉറപ്പുണ്ട്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനത്തെ ഒരു വാർഷികവും സ്മാർട്ട് ക്ലാസ് ഉദ്ഘാടനവും പരിപാടി എല്ലാമായിട്ട് ഇന്നിവിടെ നടക്കുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു. ഞാൻ അഞ്ചൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജാഫറുദ്ദീൻ. ഉപജില്ലയുടെ കീഴിൽ ഏകദേശം 76 ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, LP, UP സ്കൂളുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കൂളാണ് ആയൂർ ഗവൺമെൻറ് LPS. വളരെ നല്ല അക്കാദമിക പ്രവർത്തനങ്ങൾ നടന്നു വരുന്ന ഒരു സ്കൂളാണ്. ഏറെ പ്രവർത്തനങ്ങൾ, അക്കാദമികേതര പ്രവർത്തനങ്ങളും കൃത്യമായി നടക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു കൂട്ടം അധ്യാപകർ അതിനുവേണ്ടി നന്നായി പരിശ്രമിക്കുകയും ചെയ്യുന്നു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് വാർഷികാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മുടെ ഈ സ്മാർട്ട് ക്ലാസിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. എല്ലാവരും ഉണ്ടല്ലേ? വെറുതെ കട്ട് ചെയ്യുന്നുള്ളൂ. എല്ലാവരും ഫോട്ടോ കിട്ടത്താണ്. വലുതുകാലം വെച്ചാൽ 10ാമത്തെ വട്ടം കണ്ടാ കയറി ഗ്രാമസഭയ്ക്ക് വന്നിരുന്നു.
ആദ്യമായിട്ട് ഒരു ക്ഷമ ചോദിച്ചുകൊണ്ട് തുടങ്ങാം. പ്രോട്ടോകോൾ അനുസരിച്ചല്ല നോട്ടീസ് തയ്യാറാക്കിയത് എന്ന് ഒരു അഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. അതിൽ ക്ഷമ ചോദിക്കുകയാണ്. അധ്യക്ഷയായിട്ട് നമ്മുടെ വാർഡ് മെമ്പർ ശ്രീമതി അമ്പിളി അവരെ ക്ഷണിക്കുകയാണ്. ആദ്യമായി നമ്മൾ ഈശ്വര പ്രാർത്ഥന. സ്വാഗതം പറയാനായി ശ്രീമതി ബഹുമാനിയായ ശ്രീമതി ബിന്ദു ടീച്ചറെ ക്ഷണിച്ചു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനിരെ, പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ സ്കൂളിൻ്റെ 111 വാർഷികവും ഇടവിളക്കൽ പഞ്ചായത്ത് നമുക്ക് അനുവദിച്ചു തന്ന സ്മാർട്ട് ക്ലാസ് റൂമിൻ്റെ ഉദ്ഘാടനവുമാണ് ഇവിടെ നടന്നത്. ആയൂർ ടൗണിൻ്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ചെറിയ സ്കൂൾ അക്കാദമികേതരമായ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കട്ടെ. ആദ്യമായി നമ്മുടെ അധ്യക്ഷ, ഈ നടുക്കുന്ന വാർഡിൻ്റെ മെമ്പർ ശ്രീമതി അമ്പിളി അവരെ ഈ യോഗത്തിലേക്ക്
ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എന്നിവിടെ ഉദ്ഘാടകനായി എത്തിയിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ലജു ആലുവിളയാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മുൻപേ തന്നെ പരിചയമുള്ള വ്യക്തിയാണ്. അത് അദ്ദേഹം നമ്മുടെ കുടുംബ സുഹൃത്താണ്. അദ്ദേഹം പറയും എന്താണ് കാര്യം എന്നുള്ളത്. വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നേരത്തെ തന്നെ അറിയാം. നമ്മുടെ സ്കൂളിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരാമെന്ന് ഏറ്റിട്ടുണ്ട്. മനോരമയും പഞ്ചായത്തും ചേർന്ന് നടത്തിയ പ്രസിഡന്റിനോട് ചോദിക്കാം എന്ന പരിപാടിയിൽ ഞങ്ങളുടെ സ്കൂളിലെ ഷാരോമോൾ സജു ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അതായത് നമ്മുടെ സ്കൂളിന് ചുറ്റുമതിലില്ല, അത് കെട്ടിത്തരുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അത് സമ്മതിക്കുകയും ഉടനെ തന്നെ നമ്മുടെ സ്കൂൾ സന്ദർശിച്ച് സ്കൂളിന്റെ അവസ്ഥ മനസ്സിലാക്കുകയും ചെയ്തു. അടുത്ത പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി അത് ചെയ്തു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെയധികം നന്ദിയുണ്ട് സാർ. അതില് സാറിനെ ഞാൻ വളരെ ആദരവോടെയും ബഹുമാനത്തോടെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഇവിടെ മുഖ്യ പ്രഭാഷണത്തിൽ എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ എല്ലാം ആദരണീയായ AEO ശ്രീ ജഹുറുദ്ദീൻ സാറാണ്. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സബ് ജില്ലയില് എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ ഏകോപിച്ച് കൊണ്ടുപോകുന്നതിൽ വളരെ പ്രമുഖനാണ് അദ്ദേഹം. ഞങ്ങളുടെ അവലവഞ്ചേരി സ്കൂളിലെ അധ്യാപകനായിരുന്നു. ആ സ്കൂളിനെ ഏറ്റവും നല്ല രീതിയിൽ മുൻപന്തിയിൽ എത്തിക്കാൻ സാർ വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ റിയാലിറ്റി ഷോയിൽ വരെ പങ്കെടുത്തിട്ടുണ്ട്. ആ സ്കൂളിൽ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ നമ്മുടെ സ്കൂളിന്റെ കാര്യങ്ങളൊക്കെ സാറിനോട് പറയാറുണ്ട്. അപ്പോൾ സാറിനോട് പറഞ്ഞപ്പോൾ സാർ ആദ്യം നിർദ്ദേശിച്ചത് നമ്മുടെ സ്കൂള് നിങ്ങൾക്കറിയാം 111 വർഷം പഴക്കമുള്ളതാണ്. അതിന്റെ പല ഭാഗങ്ങളും ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാറ് പറഞ്ഞ ഒരു നിർദ്ദേശം അനുസരിച്ച് ഞാനൊരു പ്ലാൻ വരപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. ഞാൻ പല സന്ദർഭങ്ങളിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ടത്. അതുപോലെ തന്നെ സാറ് ഈ എന്താണ് നമ്മുടെ സബ് ജില്ലയിലെ കലോത്സവവും ശാസ്ത്രമേളയും യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ നടത്തിക്കൊണ്ടുപോകാൻ സാറ് വന്നതിന് ശേഷം കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ജില്ലാ കലോത്സവം കൊല്ലം ജില്ലാ കലോത്സവം നടന്നത് അഞ്ചൽ സബ് ജില്ലയിലാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും സാറ് ശ്രദ്ധിക്കാറുണ്ട്. അക്കാദമിക എതിരവുമായ പ്രവർത്തനങ്ങൾ വളരെ മുൻപന്തിൽ നിൽക്കുന്ന ഒരു സബ് ജില്ലയായിട്ട് അഞ്ചൽ സബ് ജില്ലയെ കൊണ്ടുവരാൻ സാറിന് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും വഴികാട്ടിയിരിക്കുന്ന സാറിനെ ഏറെ ഭയത്തോടും മറ്റുമാണ് എല്ലാവരും കാണുന്നത്. കാരണം വെച്ചാൽ ടീച്ചേഴ്സ് ഏറ്റവും ഉൾപ്പെടെ സാറിനെല്ലാം കറക്റ്റായിട്ട് കൊണ്ടുപോകണം. പ്രത്യേകിച്ച് അക്കാദമിക കാര്യങ്ങൾ. നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന ഒരു കുട്ടി പോലും എഴുത്തും വായനയും അറിയാതിരിക്കരുത് എന്ന് ഉള്ള കർശന നിർദ്ദേശമാണ് ഞങ്ങൾക്ക് സാറ് നൽകിയിരിക്കുന്നത്. ഇത്രയും നല്ല രീതിയിൽ ഞങ്ങളുടെ സബ് ജില്ലയെ മുന്നോട്ട് നയിക്കുന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട AEO ശ്രീ ജഹുറുദ്ദീൻ സാറിനെ ഏറെ ആദരവോടും ബഹുമാനത്തോടും കൂടി സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ ബഹുമാന്യനായ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാറെ, ഞാൻ ഒന്നുകൂടി ക്ഷമ ചോദിക്കുകയാണ്. അതങ്ങനെ സംഭവിച്ചത്. സാറാണ് നമ്മുടെ സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനം ചെയ്തത്. സാറിനെ എനിക്ക് അത്ര പരിചയമില്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ അവിടെ പോകുമ്പോൾ കണ്ടിരുന്നുവെങ്കിലും ഞാൻ ഒരു ഇവിടുത്തെ കാര്യം അല്ലാത്തതിനാൽ എല്ലാ മെമ്പർമാരെയും അത്ര പരിചയം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങളുടെ സീനിയറിന് പെട്ടെന്ന് ഒരു എമർജൻസി ആയിട്ട്
ലീവ് എടുക്കേണ്ടി വന്ന അവസരത്തിൽ ഒരു ഡെയിലി വയ്ക്കേണ്ടി വന്നു. ആ സമയത്ത് സാറിന് മറ്റൊരു സ്കൂളിൽ ഡെയിലി വേജിന്റെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നിട്ട് കൂടി അത് പെട്ടെന്ന് തീർത്തിട്ട് നമ്മുടെ സ്കൂളിൽ വന്ന് അതിൽ പങ്കെടുക്കുകയുണ്ടായി, ഇന്റർവ്യൂവിൽ പങ്കെടുക്കുകയുണ്ടായി. പക്ഷേ സാറ് നല്ല നല്ല നിർദ്ദേശങ്ങളാണ് നമ്മൾക്ക് നൽകുന്നത്. സാർ എല്ലാവിധ സഹായങ്ങളും നമ്മുടെ സ്കൂളിന് വേണ്ടി ചെയ്യാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. സാറിനെ വളരെ ആദരവോടും ബഹുമാനത്തോടും കൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഏറെക്കാലം ഞങ്ങളുടെ സ്കൂളിന്റെ SMC ചെയർമാനായിരുന്ന ഡോക്ടർ സോണി മാത്യു അവർ, അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കൂളിന്റെ ഈ മുഖം മാറ്റിയത് തന്നെ അദ്ദേഹത്തിന്റെ പരിശ്രമം കൊണ്ടാണ്. ഇൻഡിഗോ പെയിന്റ്സും SM കളർ ഹൗസും ചേർന്ന് നമ്മുടെ സ്കൂള് പെയിന്റ് അടിച്ച് ഇത്രയും ഭംഗിയായിട്ട് നൽകിയിട്ടുണ്ട്. നേരത്തെയും അദ്ദേഹമാണ് ഇത് ചെയ്തിരുന്നത്. കൂടാതെ എന്ത് ആവശ്യങ്ങൾ പറഞ്ഞാലും അദ്ദേഹം ഞങ്ങളോടൊപ്പമുണ്ട്. ഈ സ്കൂളിലെ കളിക്കോപ്പുകൾ, അതുപോലെ തന്നെ ഫാന്, അതുപോലെ തന്നെ ഇന്നത്തെ LSS വിജയിക്കുള്ള സമ്മാനം അദ്ദേഹമാണ് സ്പോൺസർ ചെയ്യുന്നത്. അദ്ദേഹത്തെ ഏറെ ആദരവോടും ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഞങ്ങളിപ്പോൾ SMC മാറ്റിയിട്ട് സ്കൂൾ വികസന സമിതിയാണ് എടുത്തിരിക്കുന്നത്. അതിലെ അംഗമായ ശ്രീ കോടിയാട്ട് പ്രസാദ് അവറുകൾ നമ്മുടെ സ്കൂൾ മുറ്റത്ത് തന്നെയാണ് അദ്ദേഹം ഉള്ളത്. സ്കൂളിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഓടി വരുന്നുണ്ട്, എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുന്നുണ്ട്, അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹത്തെയും ഏറെ ആദരവോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഞങ്ങളുടെ മുൻ മെമ്പർ, തങ്കമണി മെമ്പറായിരുന്ന സമയത്താണ് പല കാര്യങ്ങളും ഈ സ്കൂളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ സ്കൂൾ ആസ്ബറ്റോസ് ഷീറ്റ് ഇട്ടതും അതുപോലെ ഈ സ്മാർട്ട് ക്ലാസ് നമുക്ക് അനുവദിച്ച് നൽകുന്നതിലും എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിട്ടാണ് നമ്മൾക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുള്ളത്. ശ്രീമതി തങ്കമണി അവരുകളെയും വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ശ്രീമതി ഷീജ അവർ ഈ അടുത്ത സമയത്താണ് നമ്മുടെ സ്കൂൾ വികസന സമിതി അംഗമായെങ്കിലും എല്ലാ കാര്യങ്ങളിലും എല്ലാ ആഘോഷങ്ങളിലും പങ്കെടുക്കുകയും അതുപോലെ തന്നെ നമ്മുടെ പല കാര്യങ്ങളിലും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഓണാഘോഷ സമയത്ത് പായസവും നമ്മൾ കുട്ടികൾക്ക് നൽകിയതും അതുപോലെ തന്നെ ഇന്നത്തെ ക്വിസ് മത്സരത്തിലുള്ള കുട്ടികൾക്കുള്ള സമ്മാനം വിതരണം ചെയ്യുന്നത്, ക്യാഷ് പ്രൈസ് വിതരണം ചെയ്യുന്നതും സ്പോൺസർ ചെയ്തിരിക്കുന്നത് ശ്രീമതി ഷീജ അവറുകളാണ്. ശ്രീമതി ഷീജ അവരുകളെ വളരെ സ്നേഹത്തോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഞങ്ങളുടെ SMC അംഗമാണ് ശ്രീ വിജയകുമാർ സാറും എല്ലാ കാര്യത്തിലും ഏത് കാര്യത്തിലും നമ്മളെ സഹായിക്കാൻ കൂടെയുണ്ട്. സാറിനെ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ പൂർവ്വ സൈനിക സമിതിയുടെ രക്ഷാധികാരിയായ ശ്രീ അശോകുമാർ സാറ്, പിന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീമതി ലക്ഷ്മിക്കുട്ടി അമ്മ, മാധ്യമ പ്രവർത്തകർ, പിന്നെ നമ്മുടെ PTA പ്രസിഡന്റ്, SMC PTA MPTA പ്രസിഡന്റുമാര്, കൂടാതെ ഞങ്ങളുടെ PTA പ്രസിഡന്റ് ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ PTA SMC MPTA അംഗങ്ങൾ, ഞങ്ങളുടെ രക്ഷിതാക്കൾ, നാട്ടുകാർ, ടീച്ചേഴ്സ്, പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഈ നമുക്കുള്ള ഈ ട്രോഫി ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ലോഗോ ഡിസൈൻ, നമ്മുടെ സ്കൂളിന്റെ ലോഗോ ഡിസൈൻ ചെയ്തിരിക്കുന്ന ശ്രീ ഷാജി വാമനപുരമാണ്. എല്ലാ ഫംഗ്ഷനിലും മിക്കവാറും നിങ്ങൾ കാണുന്ന ഒരു മുഖമാണ്. അദ്ദേഹത്തെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എല്ലാവരെയും വളരെ സന്തോഷപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മളിവിടെ കൂടിയിരിക്കുന്നത് 111ാമത്തെ വാർഷികവും സ്മാർട്ട് ക്ലാസ് ഉദ്ഘാടനവും അതുപോലെ തന്നെ വാർഷിക
കുമാരൻ. നമ്മുടെ സദസ്സിലിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും അതേപോലെ സദസ്സിലല്ല വേദിയിലിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും സദസ്സിലിരിക്കുന്ന സ്നേഹം നിറഞ്ഞ ടീച്ചർമാർക്കും അതേപോലെ തന്നെ അവരുടെ കുട്ടികളുടെ രക്ഷകർത്താക്കൾക്കും നമ്മുടെ സ്നേഹനിധികളായ നമ്മുടെ മക്കൾക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ ആയൂരിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്കൂളിൻ്റെ 111ാമത്തെ വാർഷികം നടന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഇടമട്ടി പഞ്ചായത്തിൻ്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകുമെന്ന് പ്രതീക്ഷയോടെ നമുക്ക് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനിയായ സ്നേഹം എന്ന് പറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു വാഴകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ ഈ സ്മാർട്ട് ക്ലാസ് റൂമിൻ്റെ LED വാളിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട AEO നിർവഹിക്കുന്നു. ബഹുമാനിയായ ഈ വാർഷിക സമ്മേളനത്തിൻ്റെ അധ്യക്ഷ ശ്രീ അമ്പിളി, വാർഡ് മെമ്പർ കൂടിയായ സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനം ചെയ്ത വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ രാജീവ് കോശി, ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട AEO, ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിച്ച സ്കൂളിലെ HM കൂടിയായ ശ്രീമതി ബിന്ദു P, ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഡോക്ടർ സോണി മാത്യു, മുൻ വാർഡ് മെമ്പർ ശ്രീമതി തങ്കമണി, SMCയുടെ ഭാരവാഹി കൂടിയായ ശ്രീ കോടിയാട്ട് പ്രസാദ്,
ശ്രീ ഉണ്ണികൃഷ്ണൻ നായർ, ശ്രീമതി ഷീജ, ശ്രീമതി സുചിത്ര, ശ്രീമതി ലീന, ശ്രീ വിനോജ് PTA പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട അധ്യാപകരെ, അനധ്യാപകരെ, രക്ഷകർത്താക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരെ, ഇന്ന് നമ്മുടെ സ്കൂളിൻ്റെ 111ാമത് വാർഷിക സമ്മേളനമാണ്. ഇത്രയും പഴക്കമുള്ള സ്കൂള് നമ്മുടെ ഇടമുളയ്ക്കൽ പഞ്ചായത്തിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടോയെന്ന് എനിക്ക് വലിയ കിട്ടുമില്ല. അത്രയേറെ പഴക്കമുള്ള ഒരു സ്കൂള്. ഇന്ന് 2 പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒന്ന് നമ്മുടെ സ്കൂൾ വാർഷിക ദിനവും അതുപോലെ തന്നെ സ്മാർട്ട് ക്ലാസ് റൂമിൻ്റെ ഉദ്ഘാടനം. സ്മാർട്ട് ക്ലാസ് റൂമിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിർവഹിച്ചു. ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര സ്മാർട്ടാണോ എന്ന് ചോദിച്ചാൽ ഞാനത് സ്മാർട്ടാണെന്ന് സമ്മതിക്കില്ല. ഒന്ന്, നമുക്ക് കുട്ടികൾക്ക് പുതിയ മോഡലിലുള്ള ടേബിളുകളും അതിനൊത്ത് ചെയറുകളും ഒരു LED വാളും ഒക്കെ കൗതുകമാണെങ്കിലും സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യം ഏറ്റവും പരമപ്രധാനമാണ്. ഈ ക്ലാസ്സിൽ ഒതുങ്ങുന്നതല്ല ഈ ക്ലാസ് സ്കൂള് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഈ ഇരിക്കുന്ന കുട്ടികളെക്കാൾ കുറച്ചുകൂടി വികൃതിയായതുകൊണ്ട് ഈ ഇരുത്തിയ സ്ഥലത്ത് ഇരിക്കുന്ന പാർട്ടികളല്ലായിരുന്നു. പ്രത്യേകിച്ച് വരെ ഉള്ള സ്കൂളുകളിൽ പഠിച്ചതാണ്. അത് അത്യാവശ്യം ഉള്ള നല്ല സ്വഭാവം കൊണ്ടായിരിക്കാം. എന്തായാലും ഞാനത് പറഞ്ഞു വന്നത്, ഈ സ്മാർട്ട് ക്ലാസ് റൂമിൻ്റെ കാര്യം പറഞ്ഞത്, ഇതിൻ്റെ ഈ മേൽക്കൂര ടോപ്പ് തന്നെ സ്മാർട്ടല്ല, അത് പൊളിഞ്ഞ് അല്ല ഇളകി മാറിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒരു സ്മാർട്ടാണെന്ന് പൂർണ്ണമായും പറയാൻ പറ്റുന്ന തരത്തിലല്ല അതിൻ്റെ ഒരു പ്രവൃത്തിയുള്ളത്. എന്നെ ഏറ്റവും വലിയ അത്ഭുതപ്പെടുത്തിയത്, ഈ സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ ഇടമുളയ്ക്കൽ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട HM മറ്റൊരവസരത്തിൽ എന്നോട് ഈ സ്കൂളിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ ഇത്ര ഭീകരമാണ് എന്ന് ഞാൻ വിചാരിച്ചില്ല. ടീച്ചറുമായി എനിക്ക് നേരത്തെ അടുപ്പമുണ്ട്. ഇവിടെ ഈ ഓടി നടന്ന് ഫോട്ടോ എടുക്കുന്ന നിങ്ങളുടെ ഈ ഫോട്ടോഗ്രാഫർ തിരുവനന്തപുരത്തെ ഏതാണ്ട് 35-40 വയസ്സുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ഫൈൻ ആർട്സ് കോളേജിൻ്റെ കിടുകിട വിറപ്പിക്കുന്ന പ്രിൻസിപ്പളും ഒരിക്കൽ HOD ഒക്കെയാണ്. എൻ്റെ മോനും ആ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ വളരെ അലസനും ഉഴപ്പനുമായിരുന്ന അവനെ ഇന്ന് നല്ല നിലയിലുള്ള ഒരു ജോലിയിലേക്ക് എത്തിക്കാൻ പ്രധാന കാരണക്കാരനായ ആളാണ് ശ്രീ ഷാജി സാർ. ഷാജി സാറിൻ്റെ മിസ്സസാണ്, ഭാര്യയാണ് അവിടുത്തെ HM. അതാണ് എനിക്ക് അവരുമായിട്ടുള്ള ഏതാണ്ടൊരു 10 വർഷത്തോളമുള്ള ഒരു അടുപ്പവും ബന്ധമൊക്കെ. അങ്ങനെയാണ് ടീച്ചർ എന്നെ ഇങ്ങനെ നമ്മുടെ സ്കൂളിലൊന്ന് വരണം, കുറച്ച് സ്വാതന്ത്ര്യമുള്ള ആളാണല്ലോ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടൊക്കെ വന്നിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഞങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടുത്തെ ഈ മനോരമയായിട്ടുള്ള പ്രോഗ്രാം കഴിഞ്ഞിട്ട് അന്ന് തന്നെ ഞാൻ ഈ സ്കൂളിൽ വരികയും ഈ സ്കൂളിൻ്റെ പരിസരം കാണുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ എന്തോ ഒരു ഭാഗ്യത്തിൻ്റെ പുറത്താണ് ഈ ഏഷ്യാനെറ്റിലെയും അതുപോലെ തന്നെ ഉള്ള ചാനൽ ചർച്ചകളിലെയൊക്കെ ഈ അന്തിച്ചർച്ചയിൽ നമ്മൾ ഭാഗമാകാത്തത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാനിവിടെ വന്ന് കണ്ടപ്പോൾ ഈ സ്കൂളിലെ കുട്ടികളോടൊപ്പം തന്നെ ഏതാണ്ട് ഒരു 50 മീറ്റർ മാറി മറ്റൊരു ഫാമിലി ഒരു പട്ടി പ്രസവിച്ച് അതിൻ്റെ കുട്ടികളുമായി അവിടെ താമസിക്കുകയാണ്. നമുക്ക് നമ്മളുടെ സ്മാർട്ട് ക്ലാസ് റൂം വെച്ച് ഇവിടെ കുട്ടികൾക്ക് വലിയ സൗകര്യം എടുക്കുന്നു. ഈ കുട്ടികൾ ഇവിടുന്ന് ഇറങ്ങി, കുട്ടികളല്ലേ, ചെറിയ കുട്ടികളാണ്, പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ തെറ്റിയാൽ അവരോടിപ്പോയി ഈ കൗതുകം കൊണ്ട് പട്ടിയടുത്തേക്ക് ഓടിപ്പോവുകയും അതിൻ്റെ തള്ളപ്പട്ടി വന്ന് ഈ കുട്ടികളെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുകയൊക്കെ ചെയ്താൽ പിറ്റേ ദിവസം എന്താണ്, LPS സ്കൂളിലെ കുട്ടിയെ പട്ടി കടിച്ചു. അത് കാട് മൂടിയ സ്ഥലമാണ്, അവിടെ വലിയ ഗുഹ പോലെയുള്ള സ്ഥലങ്ങളുണ്ട്, അവിടെ പന്നി വസിക്കുന്ന സ്ഥലമാണ്. ഇടമുളയ്ക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് നീതി പാലിക്കണം, പറ്റുമെങ്കിൽ അന്ന് തന്നെ രാജിവെച്ച് പോകണം എന്ന ഒരു ചർച്ച ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
അപ്പം അതുകൊണ്ട് എൻ്റെയും കൂടി ഭാഗ്യത്തിലാണ് കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാകാത്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വലിയ പ്രശ്നമാണ്. നമ്മൾ കുട്ടികൾക്കുള്ള സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം എടുക്കുമ്പോൾ അവരുടെ ഒരു സുരക്ഷിതത്വമാണ് ആദ്യമേ ഉണ്ടാക്കുന്നത്. സ്മാർട്ട് ക്ലാസ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. സ്മാർട്ട് ക്ലാസ് ഒന്നുമല്ല നമ്മുടെ അൾട്ടിമേറ്റ്. ഞാനങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അതൊന്നും ഇല്ലാത്ത സമയത്തും കുട്ടികൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പം അത് വേണ്ട എന്നുള്ള അഭിപ്രായത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷേ കുട്ടികളുടെ അടിസ്ഥാന സൗകര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് സുരക്ഷിതമായി മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് ഭയമില്ലാതെ നമുക്ക് തന്നെ കുട്ടികൾ ഈ കോമ്പൗണ്ടിൽ എവിടെ പോയാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, അവർ സുരക്ഷിതമായി ഇരിക്കും എന്ന് രക്ഷകർത്താക്കൾക്കും ഇവിടുത്തെ അധ്യാപകർക്കും തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക എന്നുള്ളതാണ്. നിങ്ങൾ ഭയപ്പെട്ടാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ ഭയപ്പെട്ടാണ് ഈ കുട്ടികളെ നോക്കേണ്ടി വരുന്നത്. അത് വല്ലാത്ത അവസ്ഥയാണ്. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇരിക്കുന്ന പ്രായത്തിലുള്ള കുട്ടികളല്ല ഇത്. അപ്പോൾ 111 വർഷത്തെ പഴക്കമുള്ള പാരമ്പര്യമുള്ള ആയൂർ ടൗണിൽ പ്രവർത്തിക്കുന്ന ഈ സ്കൂള് വലിയ കഷ്ടമാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആകേണ്ടി വന്നത്. അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. പല സാഹചര്യങ്ങളുണ്ടാവും. പക്ഷേ ജനപ്രതിനിധികളുടെ ഒരു കടമയും ഒരു കർത്തവ്യവുമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. എനിക്ക് മുന്നേ ഇരുന്ന അല്ലെങ്കിൽ ഇവിടെ മുമ്പ് ഉണ്ടായിരുന്ന ജനപ്രതിനിധികളുടെ അലംഭാവമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കാരണം അത് നടക്കാതെ പോയി. അതുപോലെ ഈ വസ്തുക്കളും ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് ആയൂർ ടൗണിലുള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. സ്വാഗതം പറഞ്ഞ ഈ സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ് സുനിത ടീച്ചർ, അതുപോലെ തന്നെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു അലുള്ള അവർ, രാജു കോശി അവർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്ത്, സാറിനെ കഴിഞ്ഞ ദിവസം MSc വെച്ച് വളരെ നന്നായി പരിചയപ്പെട്ടതാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആലുള്ള സാറിനെ ഇന്നാണ് പരിചയപ്പെട്ടത്. ഇനിയുള്ള പരിചയം വിശദമായി ഇന്ന് സാറിനെ ഓഫീസിൽ ചെന്ന് പരിചയപ്പെടാമെന്ന് ഞാൻ കരുതുകയാണ്. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ അറിയില്ല, അതുകൊണ്ടാണ് ഒറ്റ വാക്കിൽ കിട്ടിയത്. എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഈ സ്കൂളാക്കി നടത്തിക്കൊണ്ട് പോകുന്ന പ്രിയപ്പെട്ട അധ്യാപകരെ, രക്ഷിതാക്കളെ, നാട്ടുകാരെ, കൂട്ടത്തിൽ ഷാജി സാറിനെ ഓർക്കാതിരിക്കാൻ പറ്റില്ല. ഏറ്റവും പ്രിയപ്പെട്ട ഷാജി സാർ, ഇത് 2ാമത്തെ വർഷമാണ് ഞാൻ ആയൂർ ഗവൺമെൻറ് LPSൽ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഞാൻ മനസ്സിൽ കണ്ട കാര്യങ്ങളെല്ലാം തന്നെ ദീർഘവീക്ഷണമുള്ള നമ്മുടെ പുതിയ പ്രസിഡന്റ് ഇവിടെ പറഞ്ഞു. സ്കൂളിന് അടിസ്ഥാന സൗകര്യം ഇല്ല എന്ന ഒരു ബോധ്യം പ്രസിഡന്റിനുണ്ടായി എങ്കിൽ ഇനി അത് നടപ്പിലാകുന്നതിൽ താമസം വരില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. കാരണം സ്കൂൾ മുഴുവൻ നടന്നു കാണുകയും സ്കൂളിൻ്റെ ആവശ്യം എന്താണ് എന്ന് സാറിൻ്റെ മനസ്സിൽ അത് ബോധ്യമാവുകയും ചെയ്യും. നമുക്ക് ചുറ്റുമതിൽ വേണം. ഈ ഓടിട്ട കെട്ടിടങ്ങളൊക്കെ ഒന്ന് മാറിയിട്ട് ഒരു ടെറസ് കെട്ടിടം വരണം. കുട്ടികളുടെ അക്കാദമിക ഇതര പ്രവർത്തനത്തിന് ആവശ്യമായ സംവിധാനങ്ങൾ ഏറെക്കുറെ ഉണ്ട്. അതിനെയൊക്കെ ഒന്ന് മാറ്റി സ്ഥാപിച്ച് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഏറെ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ സ്കൂളിൽ നടക്കുന്നു എന്നത് നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ട്. റിപ്പോർട്ട് വായിച്ചപ്പോൾ മിടുക്കരായ അധ്യാപകർ, മികച്ച റാങ്ക് വാങ്ങി എഴുതി കയറി PSC ലിസ്റ്റിലൂടെ കടന്നു വരുന്ന അധ്യാപകർ ഇവിടെ ഉണ്ട്. വളരെ നന്നായി അക്കാദമിക പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന ബോധ്യത്തിലാണ് ഞാൻ ഈ സംസാരിക്കുകയും ചെയ്യുന്നത്. അപ്പം സ്കൂളിനെ ഇനി അതിൻ്റെ പടിപടിയായി 111 വർഷം പഴക്കമുണ്ട്. ഈ പഴക്കമുള്ള ഈ സ്കൂളിനെ കുറച്ചുകൂടി കുട്ടികളുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന്
ഇന്നത്തെ രക്ഷിതാക്കൾക്ക് വേണ്ടത് കുറച്ച് കെട്ടും മട്ടുമൊക്കെ വേണം. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ നോക്കി പോകുന്ന നമ്മുടെ സുഹൃത്തുക്കളായ നാട്ടുകാർക്ക് അല്ലെങ്കിൽ പരിസരവാസികൾക്ക് അതിനേക്കാളും മികച്ച വിദ്യാഭ്യാസം സർക്കാർ സ്കൂളിൽ ലഭ്യമാകുന്നു എന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ജനപ്രതിനിധികളും വിദ്യാഭ്യാസ വകുപ്പും നാട്ടുകാരും ഇവിടെ പഠിക്കുന്ന കുഞ്ഞുമക്കളും അവരുടെ രക്ഷിതാക്കളുമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് വേണ്ട പ്രവർത്തനങ്ങളിലൂടെ SLC പ്രവർത്തനത്തിലൂടെ കൂട്ടായ്മകളിലൂടെ അതുപോലെ തന്നെ PTA പ്രവർത്തനത്തിലൂടെ സജീവമായി പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഇടപെട്ടുകൊണ്ട് നമുക്കിതിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിയെടുക്കാം. ഞാൻ പോകുന്ന 52 സ്കൂളുകളിൽ വാഹനമെത്താത്ത ഒരേ ഒരു സ്കൂള് ആയൂരിൻ്റെ ടൗണിൽ സ്ഥിതി ചെയ്യുന്ന ഈ LPS മാത്രം. സ്കൂളിൻ്റെ വാർഷിക ആഘോഷ ചടങ്ങിൽ ഉദ്ഘാടന ചടങ്ങുമായി അധ്യക്ഷം വഹിക്കുന്ന യുവാവിൻ്റെ പ്രിയപ്പെട്ട മെമ്പർ ശ്രീമതി അമ്പിളി, നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഇടമലി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ലിജു പോലെയുള്ള നമ്മുടെ അഞ്ചൽ വിദ്യാഭ്യാസ ഓഫീസർ, സദസ്സിലും വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും പ്രിയപ്പെട്ടത്, നമ്മുടെ ഈ സ്കൂളിൽ സ്മാർട്ട് ക്ലാസ് ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളിൻ്റെ വാർഷിക ആഘോഷത്തിലുമാണ് നാം ഓരോരുത്തരുമായിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ കാര്യത്തിൽ ഏറെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പലപ്പോഴും പരിമിതമായ ഫണ്ടുകൾ ലഭ്യമാകുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള സ്കൂളുകളുടെ എല്ലാവിധമായ വിഷയങ്ങളും ഏറ്റെടുത്തുകൊണ്ട് പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്കാണ് കടന്നു പോകുന്നത്. ഇവിടെ സ്കൂളിന്റെ വിഷയങ്ങൾ പറയുമ്പോൾ കഴിഞ്ഞ ഭരണസമിതിയിൽ ശ്രീമതി തങ്കമണി മെമ്പർ ഞാൻ ഉൾപ്പെടെയുള്ള ഭരണസമിതി ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഈ സ്കൂളിന് 2 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് സ്മാർട്ട് ക്ലാസ് അനുവദിക്കുന്നതിന് വേണ്ടി തുക വകയിരുത്തിയത്. ഇതുപോലെ തന്നെയാണ് കൈപ്പള്ളി LPS തുക അനുവദിച്ച് അതിന് ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന SC വിദ്യാർത്ഥികൾക്ക് അവർക്ക് പഠനോപകരണങ്ങൾ കൂടി നൽകുന്ന ഒരു പ്രോജക്റ്റ് നൽകുകയും അതിനുള്ള പഠന ഉപകരണങ്ങൾ വിദ്യാർത്ഥികൾക്ക് കൈമാറുകയും ചെയ്തുകൊണ്ട് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ LPS സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണ പരിപാടികളിലേക്ക് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ 7 ലക്ഷം രൂപയാണ് വകയിരുത്തിയത്. എന്നാൽ അത് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ 1 മാസക്കാലങ്ങൾക്ക് മുമ്പ് 1-2 മാസക്കാലങ്ങൾക്ക് മുൻപ് പ്രഭാത ഭക്ഷണ പരിപാടി അവസാനിച്ചു. ഇപ്പം കുഞ്ഞുങ്ങൾക്ക് പ്രഭാത ഭക്ഷണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പേരിൽ നൽകുന്നില്ല. എന്നാൽ നമ്മുടെ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായി അടിയന്തരമായി 2 ലക്ഷം രൂപ കൂടി അനുവദിച്ചുകൊണ്ട് ഈ വർഷത്തെ പൂർത്തീകരണത്തിനായി തുക അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രധാന അധ്യാപികയെ കൂടി അറിയിക്കുകയാണ്. അടുത്ത അധ്യയന വർഷത്തിൽ 10 ലക്ഷം രൂപയാണ് പ്രഭാത ഭക്ഷണ പ്രോത്സാഹനത്തിനായി നമ്മുടെ ഭരണസമിതി തുക മാറ്റിവെച്ചിരിക്കുന്നത്. കൂടുതലായി ആവശ്യമായി വന്നാൽ കുഞ്ഞുങ്ങൾക്ക് പ്രഭാത ഭക്ഷണം കൊടുക്കുന്ന നടപടികൾ നല്ല നിലയിലേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ തുക ആവശ്യമായി വന്നാൽ വീണ്ടും റിവിഷനും മറ്റു കാര്യങ്ങളും വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് കൂടി പഞ്ചായത്ത് ഭരണസമിതി ആലോചിച്ച് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യും എന്ന് പറയുവാൻ കൂടി ആഗ്രഹിക്കുന്നു. ഞങ്ങളൊരു പഠനം നടത്തിയപ്പോൾ സ്കൂളുകളുടെ ചുറ്റുമതിലുകളില്ല, സ്കൂളുകളുടെ നവീകരണം നടത്തണം, സ്കൂളുകൾക്ക് ബെഞ്ച്, ഡെസ്ക് തുടങ്ങിയ സാധനങ്ങളില്ല, കിച്ചണുകളില്ല തുടങ്ങി ഉള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ഒന്ന് ചിന്തിച്ചപ്പോൾ ഏതാണ്ട് ഒരു 10 കോടി രൂപയിലധികം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പഞ്ചായത്തിലെ 8 LK സ്കൂളും ഒരു UPS ഉൾപ്പെടെ ഉള്ള 9 സ്കൂളുകൾക്ക്
ഏറ്റവും കുറഞ്ഞത് 10 കോടി രൂപ ചെലവഴിച്ചാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയൂ. ശ്രീ സോണിയ മാത്യുവിനെ വളരെയധികം സ്നേഹത്തോടെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് ഈ സ്മാർട്ട് ക്ലാസ് ഉദ്ഘാടനം ചെയ്ത പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജീവ് കോശി, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനപ്പെട്ട അംഗങ്ങളെ, വിദ്യാർത്ഥികൾ, നമ്മുടെ പ്രസിഡന്റ് അറിയുമെന്ന് എനിക്കറിയില്ല. ഈ സ്കൂള് ഇന്ന് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ സ്കൂള് ഏകദേശം 18 കുട്ടികൾ മാത്രമായി അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയ അവസരത്തിലാണ് ഞാൻ കോടിയാട്ട് പ്രസാദ് അങ്ങനെ കുറച്ച് പേര് മുന്നോട്ട് വന്ന് ഇങ്ങനെ ഒരു SMC മാനേജ്മെന്റ് കമ്മിറ്റി ഉണ്ടാക്കുകയും ഇതൊരു അക്ഷരമുത്തശ്ശിയാണ്, ഇത് ഒരിക്കലും നിന്നു പോകരുത്, ഇതൊരു പൈതൃകമാണ്, ഇവിടെ പഠിച്ച പല ആൾക്കാരും പല ലെവലിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്, അപ്പൊ ഇത് പൈതൃകമായി സൂക്ഷിക്കേണ്ട ആവശ്യകതയെ പറ്റി ഞങ്ങൾ സംസാരിക്കുകയും അങ്ങനെയാണ് ഈ സ്കൂള് ഇന്ന് ഈ ലെവലിൽ എത്തിയത്. ഇന്ന് ഈ സ്മാർട്ട് ക്ലാസ് ഉദ്ഘാടനം ഒരുപാട് എനിക്ക് സന്തോഷമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കാലത്തിനൊത്ത് നമ്മുടെ സ്കൂളും വളരുന്നു. അപര്യാപ്തമായ കുറെ പ്രശ്നങ്ങളുണ്ട്, ഇവിടെ കുറെ പരാതികളുണ്ട്. അതെല്ലാം നിലനിൽക്കെ തന്നെ ഈ സ്കൂളിൽ ഈ ലെവലിൽ വളർച്ചയുടെ പാതയിലാക്കാനായിട്ട് കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇത് ഈ കുട്ടികൾ തിരിച്ചറിവിന്റെ പാതയിലാണ്. ഈ പ്രായം കളിമണ്ണ് പോലാണ്. കളിമണ്ണ് ഏത് രൂപത്തിൽ വേണമെങ്കിൽ നമുക്ക് മെനഞ്ഞെടുക്കാൻ പറ്റും. അപ്പൊ ഇവരുടെ വ്യക്തിത്വവും സ്വഭാവവും എല്ലാം രൂപീകരിക്കാൻ പര്യാപ്തമായ അവസ്ഥയിലേക്ക് ഈ സ്കൂളിനെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അതുകൊണ്ട് ഈ സ്കൂള് ഇനിയും മുന്നോട്ട് പോകണം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഒരുപാട് വളർച്ചയുടെ പടവുകൾ നമുക്ക് കയറാനുണ്ട്. സ്കൂളിൽ വാഹനം കയറുന്നില്ല, ചുറ്റുമതിൽ വേണം. ഇതിനെല്ലാം നമ്മുടെ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ എല്ലാ സഹകരണവും. ഒരു സ്കൂളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥാപനം മാത്രമല്ല, ഒരു നാടിന്റെ പൈതൃകമാണ്. അത് കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓരോ വ്യക്തിക്കും, ഓരോ സമൂഹത്തിനും, ഓരോ സംഘടനകൾക്കും അതിൻ്റെതായുള്ള ബാധ്യതകളുടെ ഉത്തരവാദിത്തമുണ്ട്. അത് ഏറ്റെടുക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിൽ സമാധാനം അറിയണം. LSS-ായ ഈ മോന് ഞാനൊരു മൊമെന്റോ കൊടുത്ത് ഈ പ്രോഗ്രാം ആദരിക്കുകയാണ്. അതോടൊപ്പം ഞാൻ എഴുതിയ വിജയ വെളിപ്പാടകലെ എന്ന പുസ്തകം കുട്ടികളുടെ വളർച്ചയ്ക്കും സാമൂഹിക ചിന്തകൾക്കും വ്യക്തിത്വത്തിനും ഒക്കെ ഊർജ്ജം നൽകുന്ന ഈ പുസ്തകം കൂടി ഞാൻ കൊടുക്കുകയാണ്. വായിക്കുമല്ലോ അല്ലേ? പഞ്ചായത്തിലുള്ള ശ്രീമതി സംഘടന മെമ്പറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെയും നമ്മുടെ ഈ വീട്ടിലേക്ക് സ്വാഗതിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും ബഹുമാനീയനായ യോഗത്തിന്റെ അധ്യക്ഷ വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള ശ്രീമതി അമ്പിളി, ബഹുമാനീയനായ ഉദ്ഘാടകൻ നമ്മളൊക്കെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമാൻ ലിജു അലിവിള, നമ്മുടെ ബഹുമാനീയ EO, ബഹുമാനായ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജീവ് കോശി അവരും, ബഹുമാനായ സോണിയ മാത്യു അവരും, PTA പ്രസിഡന്റ്, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന SMC അംഗങ്ങൾ, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ, MPTA, PTA, ഇവിടുത്തെ ടീച്ചേഴ്സ്, മറ്റുള്ള നമ്മുടെ കുട്ടികൾ, മാതാപിതാക്കൾ, നമ്മുടെ ബഹുമാനായ ഉദ്ഘാടകൻ ഇവിടുത്തെ കുറവുകളെ കുറിച്ച് കൃത്യമായി അത് നോക്കി കണ്ടുകൊണ്ട് പറഞ്ഞു. വളരെയധികം സ്നേഹത്തോടെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ
സ്വീകരിക്കുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 10 വർഷക്കാലം നമ്മുടെ ഈ സ്കൂളിൻ്റെ വികസനം എന്താണെന്ന് അന്ന് നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് കണ്ടിരുന്നുവെങ്കിൽ ഇതൊന്നും അല്ലായിരുന്നു നമ്മളിവിടെ പറയുന്നത്. ഏറ്റവും കൂടുതൽ കുട്ടികൾ ഏറ്റവും ഒരു അടച്ചുകൊണ്ടല്ല ഈ സ്കൂളിന് ഇവിടെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം 10-15 കുട്ടികൾ മാത്രം എല്ലാ ക്ലാസ്സിലും കൂടെ ഉള്ള ഒരു സമയത്താണ് ഇവിടെ ഈ വാർഡിൽ മെമ്പറായി ഞാൻ വന്നത്. തുടർന്ന് അങ്ങോട്ട് ഇരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് ഭരണസമിതിയോടൊപ്പം ഇരുന്നുകൊണ്ട് ഈ സ്കൂളിന്റെ വികസനത്തിന് ഫണ്ടുകൾ നമ്മുടെ ചെയർമാൻ പറഞ്ഞു, ഫണ്ടുകളുടെ വരവും ബാക്കി കാര്യങ്ങളെല്ലാം കൃത്യമായ ഇടപെടലുകളിലൂടെ നമുക്ക് ഈ ക്ലാസ്സിൽ ഇന്ന് ഇവിടെ ഇരിക്കുന്നെങ്കിലും നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 2 പ്രാവശ്യം ഇരുന്ന പഞ്ചായത്ത് ഭരണസമിതികളുടെയും പിന്നെ നമുക്ക് തൊട്ടടുത്ത വസ്തുവുള്ള ആളുകൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഈ സ്കൂൾ ഇന്നത്തെ ഈ ഒരു രീതിയിൽ പെയിന്റിങ് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തത് നമ്മുടെ സോണി സാറാണ്. അങ്ങനെ ഓരോരുത്തരുടെയും ഇവിടുത്തെ വരുന്ന അമ്മമാരുടെയും അച്ഛന്മാരുടെയും നമ്മുടെ SMC അംഗങ്ങളുടെയും എല്ലാം ശ്രമഫലമായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ് റൂം സ്മാർട്ട് ക്ലാസ് റൂമൊക്കെ നമുക്ക് ഈ വർഷത്തെ പ്രോജക്റ്റ് വെച്ച് വന്നതാണ്. പക്ഷെ അതല്ല, അതിന് മുന്നേ തന്നെ ഓരോരുത്തരുടെയും കയ്യിൽ നിന്നും വളരെ തുച്ഛമായ പൈസകൾ എടുത്തുകൊണ്ട് പല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചതിന്റെ ഫലമാണ് SSA ഫണ്ടുകൾ കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുന്നേ നമുക്കിവിടെ കിട്ടി. അപ്പൊ അങ്ങനെയൊക്കെ ഓരോരോ കിട്ടുന്ന ഫണ്ടുകൾ കൊണ്ട് നമ്മൾ കൃത്യമായി ഇത് ചെയ്തു. വഴിയില്ലാത്ത ഒരു കാര്യം നമ്മളുടെ ഇന്നത്തെ ഒരു കുറവാണ്. അതെങ്ങനെയാകും, എങ്ങനെയാണ് വഴി വെട്ടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂളിന്റെ ഒരു ഭാഗം തന്നെ പോകുന്ന രീതിയിലാണ് അതിന്റെ സർവേ വന്നിരിക്കുന്നത്. ഇപ്പൊ പുതിയ കെട്ടിടങ്ങളാണ്. അക്ഷരമുത്തശ്ശി എന്ന് പറഞ്ഞ 111 വർഷം ഇത്രയും നാൾ ഒരു സ്കൂളും ഇങ്ങനെ നല്ല രീതിയിൽ പോയി എനിക്കറിയത്തില്ല. അപ്പൊ ആ അക്ഷരമുത്തശ്ശിയെ നമ്മൾ പുതിയ പ്രൗഢിയോടെ വരുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഇപ്പോൾ ഇരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി, ത്രിതല സംവിധാനങ്ങൾ, MLA, MP എല്ലാവരും കൂടെ നല്ലതുപോലെ കൈകോർത്താൽ നമുക്കൊരു പുതിയ നല്ല കെട്ടിടം. അതിനപ്പുറത്തേക്ക് നമ്മുടെ ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ ഓരോരുത്തരുടെയും കലാപരമായും എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും നമ്മുടെ ഇവിടുത്തെ ടീച്ചേഴ്സിന്റെ ഒറ്റ മികവ് കൊണ്ടാണ് നടക്കുന്നത്. ഭരതനാട്യത്തില് മത്സരിച്ച് സെക്കൻഡ് A ഗ്രേഡ് കരസ്ഥമാക്കിയ കുട്ടികളുടെ സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ മുൻ വാർഡ് മെമ്പർ കൂടിയായ ശ്രീമതി തങ്കമണി അവர்களാണ്. അവർക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ 2ാം ക്ലാസ്സിലെ കുട്ടികൾ 1ാം ക്ലാസ്സിലെ 2ാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഒരു പ്രവർത്തനമാണ് സംയുക്ത ഡയറി എഴുതുക എന്നുള്ളത്. കുട്ടിയും രക്ഷിതാവും ചേർന്നുള്ളത്. അപ്പൊ ഈ 2 വർഷങ്ങളിലും വളരെ മികച്ച രീതിയിൽ സംയുക്ത ഡയറി എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് എൻ്റെ 2ാം ക്ലാസ്സിലെ ആദിത്യൻ B. അപ്പോൾ ആദിത്യൻ Bക്കുള്ള സമ്മാനം നമ്മുടെ ബഹുമാനപ്പെട്ട AEO നൽകുന്നതാണ്. നല്ലൊരു ഡയറി എഴുതിയോ? ഞാൻ ഇടവിളക്കൽ ജവഹർ ഹൈസ്കൂളിലെ വെൽഫെയർ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയാണ്. 12 വർഷമായി ഇതേ അവസ്ഥ തന്നെ ഇടവിളക്കൽ ജവഹർ ഹൈസ്കൂളിലും ഉണ്ടായിരുന്നു. 28 കുട്ടികൾ മാത്രമായിരുന്നു അവിടുത്തെ UPയും ഹൈസ്കൂളും കൂടെ ചേരുന്ന ആ സ്കൂളിൽ. ഇന്നിപ്പോൾ ഏതാണ്ട് 300ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളായാലും ഈ പറഞ്ഞ പോലുള്ള
നമ്മുടെ കഷ്ടപ്പാടും നമ്മുടെ പുറമേ നിന്നുള്ളൊരു സഹകരണവും ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ പഞ്ചായത്ത് മെമ്പറായതിനു ശേഷം പ്രസിഡന്റ് ആയതിനു ശേഷം ആ വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ എന്നുള്ള അത് ഒഴിവാക്കിയിട്ടില്ല. തീർച്ചയായും നമ്മുടെ ഈ ഇത്തരം കാര്യങ്ങൾ എനിക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്താനും എന്തെങ്കിലുമൊക്കെ നന്നായി നടക്കണം എന്ന് വിചാരിക്കാനുമുള്ളൊരു കാരണം ആയത് ഞാൻ സ്കൂളിൽ ഇത്രയും നാള് ഇങ്ങനൊരു വെൽഫെയർ കമ്മിറ്റിയുടെ ഭാരവാഹിയായി ഇരുന്നത് കൊണ്ടാണ് എന്ന് ഞാനിവിടെ പറഞ്ഞ് ധോണിച്ച ഉൾപ്പെടെയുള്ള ആളുകളോട് ആമുഖമായി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും തീർച്ചയായും ഇനി നമ്മളെല്ലാം ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നമുക്ക് ഈ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് പോവാം. അതിന് നമ്മളെല്ലാം കൂടെ ഉണ്ട്. നമ്മുടെ സബ് ജില്ലാ ശാസ്ത്രമേളയിലും കലോത്സവത്തിലും പങ്കെടുത്ത് ഫുൾ എ ഗ്രേഡ് വാങ്ങിച്ച സാദിയ സജി 3ാം ക്ലാസ്സിലെ സാദിയ സജിക്കുള്ള സമ്മാനം നൽകുന്നത് നമ്മുടെ ബഹുമാനിയായ പഞ്ചായത്ത് പ്രസിഡന്റാണ്. സാദിയ സജിയെ അതായത് ദേശഭക്തിയാണ് എ ഗ്രേഡ്, സംഘാന എ ഗ്രേഡ്, ലളിതാന എ ഗ്രേഡ്, പദ്യചൊല്ല മലയാളം എ ഗ്രേഡ്, സയൻസ് ആർട്ട് എ ഗ്രേഡ്. അടുത്തത് ഷാരോൺ മോൾ സജുവിന് സമ്മാനം നൽകുന്നത് ബഹുമാനായ നമ്മുടെ ഏരിയയാണ്. മാപ്പിളപ്പാട്ട് എ ഗ്രേഡ്, ദേശഭക്തിയാണ് എ ഗ്രേഡ്, സംഘാന എ ഗ്രേഡ്, സയൻസ് ആർട്ട് എ ഗ്രേഡ്, പ്രസംഗം മലയാളം എ ഗ്രേഡ്. അടുത്തതായിട്ട് അവന്തിക വി കെ. അതിന് സമ്മാനം നൽകുന്ന ബഹുമാനായ നമ്മുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. സംഘഗാന എ ഗ്രേഡ്, ദേശഭക്തിയാണ് എ ഗ്രേഡ്, കലാകാരൻ എ ഗ്രേഡ്, സയൻസ് പരീക്ഷണ എ ഗ്രേഡ്, അഭിനയ ഗാനം ഇംഗ്ലീഷ് ബി ഗ്രേഡ്. അടുത്തതായി ക്യാഷ് അവാർഡ്. നമുക്ക് ഒരറിവ് പ്രോഗ്രാം എന്നുള്ള ഒരു പരിപാടിയുണ്ട്. എല്ലാ ദിവസവും ഓരോ ചോദ്യങ്ങൾ നൽകിക്കൊണ്ട് അവരുടെ പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി. അപ്പൊ അതിന്റെ അവസാനം നമ്മളൊരു ക്വിസ് മത്സരം നടത്തി. അതിൽ എല്ലാ ക്ലാസ്സിലും ഓരോ സ്റ്റാൻഡേർഡിലും പാവന്തിക ഒരറിവ് മത്സരത്തിൽ എല്ലാ ക്ലാസ്സിലെയും 1ാം സ്ഥാനം കിട്ടിയ കുട്ടികൾക്കുള്ള സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഷീജ മാഡം ആണ്. രൂപ ടെക്സ്റ്റൈൽസിന്റെ ഉടമയാണ്. അപ്പം ഷീജ മാഡത്തെ ഇത് നൽകുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. 4ാം ക്ലാസ്സിലെ ശ്രീതു എസ് ജെ. സ്റ്റാൻഡേർഡ് 3ൽ നിന്നും സാദിയ സജി. സ്റ്റാൻഡേർഡ് 2ൽ നിന്നും അവന്തിക വി കെ. സ്റ്റാൻഡേർഡ് 1ൽ നിന്നും ജോബിൽ എസ് ബേബി. അടുത്തായിട്ട് നമ്മൾ സംസാരിക്കാൻ വേണ്ടി ബഹുമാന്യനായ നമ്മുടെ ശ്രീ കോടിയാട്ട് പ്രസാദ് പോലെ ക്ഷണിക്കുകയാണ്. ഈ വാർഷിക സമ്മേളനത്തിന്റെ അധ്യക്ഷ ശ്രീമതി അംബിക, നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായ ദേവമായ പ്രസിഡന്റ് ശ്രീ ബിജു ആലുവ, ശ്രീ സോണി മാത്യു, ശ്രീ ഷുക്കൂർ തോട്ടങ്ങര, ശ്രീ ഉണ്ണികൃഷ്ണൻ സാർ, ശ്രീ പി ടി എ പ്രസിഡന്റ്, ശ്രീ അതുപോലെ തന്നെ നമ്മുടെ UPSന്റെ പ്രിൻസിപ്പൽ വിജയകുമാർ സാർ, പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകർ, ശ്രീമതി ഷീല, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, ഇവിടെ വലിയൊരു ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഇവിടുത്തെ പ്രസംഗിച്ചതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവുകളൊക്കെ ഇവിടെ എല്ലാവരും സംസാരിച്ചവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് ഇവിടെ ഒരു വാർഷിക സമ്മേളനം ഇവിടെ MP ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ചുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ സ്കൂളിന്റെ പരിതാപമായ അവസ്ഥയൊക്കെ നമ്മളവിടെ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ സ്കൂളിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടാണ് അദ്ദേഹം ഇവിടുന്ന് പോയത്. പക്ഷെ നമ്മളതുമായി മുന്നോട്ട് പോയില്ല എന്നുള്ളതാണ് എൻ്റെ വാസ്തവം.
അതിൻ്റെ ഒരു പ്രോജക്റ്റ് നമുക്കിവിടെ ഒരു ബിൽഡിംഗ് ചെയ്യുവാനുള്ള പ്രോജക്റ്റ് സമർപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹം ഇവിടെ സംസാരിച്ചിട്ടാണ് പോയത്. പക്ഷെ അന്ന് ഇവിടെ SMC മറ്റേ ടീച്ചർമാരൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ തന്നെ ഇത് നിവേദനം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ സ്കൂളിന്റെ ഉന്നമനത്തിന് വേണ്ടി MP നിവേദനം സമർപ്പിക്കാൻ തീരുമാനിച്ചെങ്കിലും അത് പിന്നെ നടന്നില്ല. തീർച്ചയായിട്ടും ഇനി അതിനുള്ള സമയമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഒരു പ്രത്യേക താല്പര്യവും ഈ സ്കൂളിനെ സംബന്ധിച്ച് നടന്ന് കണ്ടതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറയുകയുണ്ടായി, ഇതുപോലെ MP വന്നിങ്ങനെ കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ അതുകൂടി കേട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും നമുക്ക് ഈ സ്കൂളിന്റെ വിഷയത്തിൽ ഉടൻ തന്നെ നമുക്ക് MP കാണുവാനും ആ രീതിയിലുള്ള പ്രവർത്തനമായി MPA നമ്മൾ കണ്ടുകൊണ്ട് നമുക്കിവിടെ ഈ സ്കൂളിന്റെ ഈ മുത്തശ്ശിയൊക്കെ വാങ്ങിച്ചിട്ട് മാറി നമുക്ക് നല്ലൊരു ബിൽഡിംഗ് സ്ഥാപിച്ചുകൊണ്ട് നല്ല സ്കൂളായി അടുത്ത വർഷം നമ്മുടെ ഇവിടെ സ്കൂളിൽ പറഞ്ഞതുപോലെ ഏറ്റവും ചെറിയ കുട്ടികളായി 10-12 കുട്ടികൾ വെച്ച് ഇതിന്റെ അടച്ചുപൂട്ടലിന്റെ ഭീഷണിയിലേക്ക് വന്നപ്പോൾ ഞാൻ ഓർക്കാതെ പോകുന്നത് ശരിയല്ല. നമ്മൾ ബാലടി വേവിച്ചാനാണ് ഈ സ്കൂളിന്റെ അന്നത്തെ രക്ഷാധികാരിയായി ഉണ്ടാകുന്നത്. ഈ സ്കൂളിന് വേണ്ടി ഒരുപാട് ജോലി ചെയ്താണ് അദ്ദേഹം. SMC അംഗം TN ഉണ്ണികൃഷ്ണൻ സാറിനെ ക്ഷണിക്കുന്നു. ചടങ്ങനുസരിച്ച് യോഗത്തിന്റെ അധ്യക്ഷ നമ്മുടെ ബഹുമാന്യായ വാർഡ് മെമ്പർ വഴി ഉദ്ഘാടനം ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജീവ് ജോഷി, SMC ചെയർമാൻ സോണി മാത്യു, ഈ സ്കൂളിന്റെ ബിന്ദു, മറ്റ് SMC PTA പ്രസിഡന്റ്, അതുപോലെ തന്നെ ബഹുമാനിയായ നമ്മുടെ ലളിത ചേച്ചി, രക്ഷാകർത്താക്കള്, ഇത്രയും രക്ഷാകർത്താക്കളൊക്കെ ഇന്നത്തെ പ്രവൃത്തി ദിവസമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അവരുടെ കുരുന്നുകളോടുള്ള സ്നേഹവാത്സല്യം കൊണ്ടാണ്. പക്ഷേ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളെല്ലാം ഉന്നയിച്ചു കഴിഞ്ഞു. പക്ഷെ ഒരിക്കലും നമുക്ക് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ നമുക്ക് പരിഹരിക്കാൻ ഒക്കാത്തൊരു പ്രശ്നമാണ്. ഇന്ന് ലോകത്ത് ഏതാണ്ട് മിക്കവാറും കൊല്ലം ജില്ലയിൽ പോലും ഒരു സ്കൂളിനും ഇല്ലാത്തൊരവസ്ഥ നമുക്കുള്ളത്. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഇവിടെ പ്രവേശിക്കാൻ കഴിയുന്നില്ല. ഈ ഒരൊറ്റ കാരണം കാണിച്ച് ഹൈക്കോടതിയിൽ ആരെങ്കിലും വിട്ടുപോയാൽ ഈ സ്കൂള് നിർത്തിക്കും, ഒരു സംശയമില്ല. കാരണം ഏതെങ്കിലും ഒരു ഭിന്നശേഷി വിദ്യാർത്ഥിക്ക് ഇവിടെ അഡ്മിഷൻ, ഭിന്നശേഷി അധ്യാപകരുണ്ട്, ഒരു ഭിന്നശേഷി അധ്യാപകർ ഓരോ സ്കൂളിനും നിർബന്ധമാണ്. ഇവിടെ കയറി വരാൻ നിവർത്തിയില്ല. ഒരു മുച്ചക്രത്തിലോ അല്ലെങ്കിൽ ഒരു ആട്ടോയിലോ അല്ലെങ്കിൽ സ്വന്തം വാഹനത്തിലോ കൊണ്ടുവിടാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഈ സ്കൂളിനുള്ളത്. 111 വർഷം വളരെ ദീർഘമായ വർഷമാണ്. ഇവിടെ ഈ പറഞ്ഞതുപോലെ ഈ കെട്ടിടം ഇപ്പോഴും നിൽക്കുന്നത് 111 വർഷം മുമ്പ് നിർമ്മിച്ചതുകൊണ്ടാണ്. അതിനുശേഷം നിർമ്മിച്ച എത്രയോ കെട്ടിടങ്ങൾ തകർന്നു പോയിരിക്കുന്നു. പിന്നെ സ്കൂളിന്റെ ചുറ്റുമതിലൊക്കെ നല്ലതാണ്. കഴിഞ്ഞ കമ്മിറ്റിയും പലതും ചെയ്തിരിക്കുന്നു എന്ന് തങ്കമണി പറഞ്ഞതുപോലെ തന്നെ ശരിയാണ്. ഇതിന്റെ ചോർന്നൊലിച്ചിരിക്കുന്ന ഈ കെട്ടിടത്തിന് ഒരു റൂഫിംഗ് ഉണ്ടാക്കി. പിന്നെ നമ്മുടെ സോണി മാത്യുവിന്റെ ശ്രമഫലമായി ഇതെല്ലാം പെയിന്റ് ചെയ്തു, ചിത്രങ്ങൾ കൊണ്ട് കമനീയമാക്കി. അധ്യാപകരുടെ കുറവില്ല, ഒക്കെ ശരിയാണ്. പക്ഷെ നമുക്ക് വേണ്ടത് കുഞ്ഞുങ്ങളെയാണ്, രക്ഷിതാക്കളെയാണ്, നാട്ടുകാരെയാണ്. അതിന് കഴിയാനുള്ള ശ്രമത്തിൽ നമുക്ക് ഒന്നിച്ചു നിൽക്കാം. അതിന് എല്ലാവർക്കും കഴിയട്ടെ. ഈ വാർഷിക ദിനത്തിൽ ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാത്തിനും A ഗ്രേഡൊക്കെ വാങ്ങിച്ചെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വളരെ രോമാഞ്ചമണിയുന്ന അല്ലെങ്കിൽ രക്ഷിതാക്കളെ സംബന്ധിച്ചോളം കണ്ണു നിറയുന്ന ഒരു സന്ദർഭമാണ്. ഈ കുട്ടികൾ അഞ്ചൽ സബ് ജില്ലയിലെ മറ്റു കുട്ടികളോടൊപ്പം മത്സരിച്ച് ഇത്ര മികച്ച വിജയം നേടുകയും അവരെ ഇവിടെ അനുമോദിക്കുകയും ചെയ്തു. ഈ ഇരിക്കുന്ന എല്ലാ കുട്ടികളും അനുമോദനം അറിയിക്കുന്നവരാണ്. എല്ലാ കുട്ടികൾക്കും ശരിക്കും മൊമെന്റോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ സമ്മാനമോ കൊടുക്കേണ്ടതാണ്. കാരണം ഈ സ്കൂളിൽ പ്രവേശനം നേടുന്ന കുട്ടികൾ ഓരോരുത്തരും പ്രോത്സാഹനമോ സമ്മാനമോ അറിയിക്കുന്നവർ തന്നെയാണ്. പക്ഷെ അധ്യാപകരല്ല ഇവിടെ വേണ്ടത്, കുട്ടികളാണ് വേണ്ടത്. അധ്യാപകരുണ്ട്, സമൃദ്ധമായിട്ടുണ്ട് നമ്മുടെ സ്കൂളുകളിലൊക്കെ. കോവിഡ് കാലത്ത് ഈ സ്കൂളുകളിൽ കുറച്ചുകൂടെ കുട്ടികളുണ്ടായിരുന്നു. ഇപ്പോൾ ചിന്താഗതികൾ മാറിയോ എന്തോ. ശരി, നമ്മുടെ കുട്ടികളെ
പരമാവധി ഇവിടെ എത്തിക്കാനുള്ള ശ്രമത്തിൽ ഞാനും പങ്കുചേരും. പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാകാൻ 5 വർഷം കൊണ്ട് നടപ്പിലാക്കാവുന്ന കാര്യങ്ങൾ നടപ്പിലാകട്ടെ. എന്തായാലും ഈ ഭിന്നശേഷി സൗഹൃദം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് ഇവിടെ നടപ്പിലാക്കണം. അതാണ് ഇവിടുത്തെ പ്രധാന ലക്ഷ്യം. അതിനുവേണ്ടി കഴിഞ്ഞ 10 വർഷം മുമ്പ് 100 വർഷം തികഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട MP പ്രേമചന്ദ്രൻ ഇവിടെ വന്നു. അദ്ദേഹം പറഞ്ഞത് അത് MLA ആയിട്ട് സംസാരിച്ച് നിങ്ങൾ തീരുമാനം എടുക്കുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ പിന്നീട് പ്രസാദ് പോയി കണ്ടോ ഇല്ലോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ടോ, അദ്ദേഹത്തിന്റെ ഫണ്ടോ, എന്തായാലും ജനപ്രതിനിധികളുടെ പങ്കുകൊണ്ട് നടക്കുകയുള്ളൂ. കാരണം തിരുച്ചി റോഡിൽ നിന്ന് ഇത്രയും ഉയരത്തിലുള്ള ഒരു വഴി വെട്ടിയെടുക്കുന്നത് ശ്രമകരമാണ്. അതിന്റെ എഞ്ചിനീയറിംഗ് പല വിധത്തിൽ നോക്കിയതാണ്, അതിന്റെ സാമ്പത്തിക സ്രോതസ് നോക്കിയതാണ്. സ്കൂൾ വികസന സമിതി അംഗം ശ്രീമാൻ ഷുക്കൂർ തൊട്ടുകരി ക്ഷണിക്കുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, പ്രിയപ്പെട്ട അധ്യാപകർ, രക്ഷാകർത്താക്കൾ, സ്നേഹം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. നമ്മൾ ഇപ്പോൾ 114 വർഷത്തിലേക്ക് ഇരിക്കുകയാണ്. ഒരു മുത്തശ്ശിയായി നിൽക്കുന്ന ഈ സ്കൂളിന് ഇവിടെ പ്രസാദും നിരീക്ഷസാറൊക്കെ പറഞ്ഞ പോലെ ഒരു വഴി അത്യാവശ്യ ഘടകമാണ്. നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ അതിനൊരു കാര്യമായ തീരുമാനങ്ങൾ അത് നടപ്പിലാക്കുന്ന രീതിയോ ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. ആ ഒരു വഴി കെട്ടി നമ്മുടെ കോമ്പൗണ്ടിലോ കുട്ടികളെ ഓട്ടോയിലോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളോ എത്തിക്കാൻ കഴിഞ്ഞാൽ കുട്ടികൾ ഇതിനേക്കാളും കൂടും എന്നാണ് എനിക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ റോഡിൻ്റെ റെഗോണിയമ്മ പറഞ്ഞ പോലെ ഈ റോഡിൻ്റെ വികസനമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എവിടം വരെയാണ് ഇതിൻ്റെ സർവേ എവിടെ വെച്ചാണ് ഇടിച്ച് മാറ്റുന്നത് എന്നൊക്കെ നോക്കിയിട്ട് ആയിരിക്കും അതിനെപ്പറ്റി ഒന്നുകൂടി ആധികാരികമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. ഈ സ്കൂളിൻ്റെ വികസനത്തിന് നമ്മുടെ കോടിയേട്ട പ്രസാദ് ജനറൽ സെക്രട്ടറി, നമ്മുടെ വ്യാപാരി ജനറൽ സെക്രട്ടറി പറഞ്ഞതുപോലെ നമ്മുടെ പാറയടി ജോർജാനും അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. ഈ സ്കൂള് ഒരു വളരെ കുട്ടികൾ കുറഞ്ഞ് ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ഈ സ്കൂൾ ഇവിടെ നിർത്തി നമുക്കത് പെരുങ്ങൂർ സ്കൂളായിട്ട് ആഡ് ചെയ്ത് ലിങ്ക് ചെയ്ത് കൊണ്ടുപോകാം. ഇവിടെ കോംപ്ലക്സ് പണിയാം എന്നൊക്കെ പഞ്ചായത്തിൻ്റെ ഒരു തീരുമാനമുണ്ട്. അതിൽ ഞങ്ങൾ ഒന്നായി ഒറ്റക്കെട്ടായി ചേർത്തു. തങ്കമണി മുറൊക്കെ അതിൻ്റെ മുന്നിൽ നിന്ന് കൈകൊണ്ടുവന്ന നടപടികൾ സ്വീകരിച്ചത് ആണ്. ഈ സ്കൂളിൻ്റെ വികസനത്തിനും ഉന്നമനത്തിനും തങ്കമണിയുടെ പങ്ക് വളരെ പ്രധാനമാണ്. അത് കാലാകാലങ്ങളിൽ നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ്. അതുപോലെ ശ്രീ ഡോക്ടർ സോണി, അതുപോലെ കോടിയേട്ട പ്രസാദ്, ഇംഗ്ലീഷ് സാറും HSLC അംഗങ്ങൾ, ഹെഡ്മിസ്ട്രസ്, ടീച്ചേഴ്സ് എല്ലാവരെയും സ്കൂളിന് വേണ്ടി നല്ലതുപോലെ അധ്വാനിക്കുന്നു. സ്കൂളിൻ്റെ ഉന്നമനത്തിന് വേണ്ടി നല്ലപോലെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് പോകുന്നു. ഇനിയും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആരോഗ്യത്തിൻ്റെ ഭാഗത്തു നിന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്വീകരിച്ചെത്തിയ ജവഹർ UPSന്റെ ഹെഡ് മാസ്റ്റർ ശ്രീമാൻ കുമാർ ഷാ സാർ അവരുടെ രണ്ടു വാക്ക് സംസാരിക്കാനാണ് ക്ഷണിക്കുന്നു. വേദിയിലെ ഉദ്ഘാടനവും മുഖ്യപ്രഭാഷണമൊക്കെ നടത്തിപ്പോയ നമ്മുടെ ബഹുമാന്യ വ്യക്തിത്വങ്ങൾ, ഈ വേദിയിലിരിക്കുന്ന ആരെയും തന്നെ ഞാൻ പ്രത്യേകം അഭിസംബോധന ചെയ്യണം എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ എല്ലാവരെയും ഇവിടെ വരുന്നതിന് മുമ്പ് വിളിച്ച് അഭിസംബോധന ചെയ്തിരുന്നവരാണ്. എല്ലാവരെയും ഞാൻ ഓരോരുത്തരെ അവിടെ നിന്ന് ആര് എന്ന് ഞാൻ അന്വേഷിക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരെയും ഞാൻ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. നമ്മുടെ ജവഹർ UPSന്റെ ഒരു സ്ഥിതിയെക്കുറിച്ച് ഇവിടെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനായി ഒരു കൂട്ടായ്മ സ്വീകരിക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ എല്ലാവരെയും ക്ഷണിച്ചിട്ടുള്ളത്. ഒട്ടുമിക്ക ആൾക്കാരും വന്നിരുന്നു, ചിലർക്ക് അസൗകര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്തായാലും തുടർന്നും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുകയാണ്. ഇന്നിവിടെ ഈ 111ാമത് വാർഷികം ആഘോഷിക്കുന്ന ഈ വിദ്യാലയ മുത്തശ്ശി ഈ പ്രദേശത്തുള്ള മുഴുവൻ വ്യക്തിത്വങ്ങളെയും അക്ഷരം പഠിപ്പിച്ച ഒരു സരസ്വതി കേന്ദ്രമാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ന് അതുപോലെ
111 വർഷത്തിന് ശേഷം വീണ്ടും നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഉത്സാഹഭരിതരായി എന്നാൽ അല്പം ക്ഷീണിച്ച് ഇരിക്കുന്ന നമ്മുടെ പ്രിയമുള്ള കുട്ടികൾ, അവരുടെ രക്ഷിതാക്കൾ, നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഇതിനേക്കാളൊക്കെ വലിയ കാര്യം എന്താണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. നമ്മുടെ മക്കളുടെ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുക, ഇതിനുശേഷമുള്ള അവരുടെ കലാപരിപാടികളോട് അവതരിപ്പിക്കുക, ആസ്വദിക്കുക, അതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ളത്. ഇതൊക്കെ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ സ്കൂളും ഇവിടെ ഉണ്ടാകണം. 10-40 വർഷം കഴിയുമ്പോൾ നമ്മുടെ ഈ കുട്ടികളെല്ലാം നമ്മുടെ നാട്ടിലെ ഓരോ പൗരന്മാരായി മാറുമ്പോൾ, ഓരോ നിലയിലെത്തുമ്പോൾ അവർ പഠിച്ചിരുന്ന, ഞാൻ പഠിച്ച പ്രാഥമിക വിദ്യാലയം ഇവിടെ ഉണ്ട് എന്ന് പറയാൻ അവർക്ക് കഴിയണം. അവർക്കത് കഴിയണമെങ്കിൽ ഇന്ന് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഈ സ്കൂളിൽ കുട്ടികൾ ഉണ്ടാകണം. കുട്ടികളുണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ സ്ഥാപനം നിലനിന്ന് പോവുകയുള്ളൂ. ഇവിടുത്തെ അധ്യാപകരെ സംബന്ധിച്ച് ഇവിടെ കുട്ടികളില്ലാതായാൽ അവരെ ഗവൺമെന്റ് എന്ത് ചെയ്യും? അടുത്തൊരു സ്ഥാപനത്തിലേക്ക് മാറ്റി നിയമിക്കും. അത്ര മാത്രമേ സംഭവിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വിദ്യാലയം ഉണ്ടാകണം, നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകണം. ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നത് നമ്മുടെ പൊതുവിദ്യാലയങ്ങളാണ്. അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതലായൊന്നും വിശദീകരിക്കുന്നില്ല. അതുപോലെ നമ്മുടെ MBTA പ്രസിഡന്റ് ലീന ആരെയും കാണുന്നില്ല. അപ്പോൾ നമ്മുടെ നന്ദി പറയാൻ തുടരുകയാണ്. ഇവിടെ നിൽക്കേണ്ടതാണ്. ആദ്യം ശ്രീതു എസ് ജയൻ. ടീച്ചേഴ്സ് ശ്രദ്ധിക്കുക, അവരെ ഓരോരുത്തരായിട്ട് കടത്തിയിടണേ. ശ്രീതു എസ് ജയൻ, വൈഗ, ദേവ്ന, പുണ്യ സുഭാഷ്, മീര എസ്, ആദിത്യൻ, ശിവലക്ഷ്മി. ഇത്രയും പേർക്കുള്ള സമ്മാനമാണ് ഇപ്പോൾ നൽകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഓരോരുത്തരെയായിട്ട് ക്ഷണിക്കുകയാണ്. നമ്മുടെ ശ്രീനിവാസ് ജയന് സമ്മാനം നൽകുന്നതിനായിട്ട് SMC നേരത്തെ മുൻ SMC ചെയർമാൻ, ഇപ്പോൾ നമ്മുടെ വികസന സമിതി അംഗമായ ശ്രീ ഡോക്ടർ സോണി മാത്യുവിനെ ക്ഷണിക്കുന്നു. അടുത്തയായി വൈകിക്ക് സമ്മാനം നൽകുന്നതിനായിട്ട് നമ്മുടെ വാർഡ് മെമ്പറെ ക്ഷണിക്കുന്നു, ശ്രീമതി അമ്പിളി. ദേവന സമ്മാനം നൽകുന്നത് നമ്മുടെ വാർഡ് മെമ്പർ കൂടിയായ തങ്കമണി അവരെ ക്ഷണിക്കുന്നു. തങ്കമണി ദേവന. അടുത്ത പുണ്യ സുഭാഷിന് സമ്മാനം നൽകുന്നതിന് വേണ്ടി നമ്മുടെ ശ്രീമാൻ കോടിയാട്ട് പ്രസാദ് അവരെ ക്ഷണിക്കുന്നു. മീര എസ്, പുണ്യ സുഭാഷ് കണ്ടിട്ടാണ്. മീരയ്ക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടി നമ്മുടെ ഷുക്കൂർ തോട്ടുങ്കര അവരെ ക്ഷണിക്കുന്നു. ആദിത്യന് സമ്മാനം നൽകുന്നതിന് വേണ്ടി ബഹുമാനായ നമ്മുടെ ഉണ്ണികൃഷ്ണ സാറിനെ ക്ഷണിക്കുന്നു. ശിവലക്ഷ്മി VS സമ്മാനം നൽകുന്നതിന് വേണ്ടി നമ്മുടെ ജവഹർ UPSലെ HMനെ ക്ഷണിക്കുന്നു. കുമാംഷ സാർ. ശിവലക്ഷ്മി VS കുമാംഷ സാറിനെ ക്ഷണിക്കുന്നു.
ആർദ്രജ, ജോബി, ആര്യ, അല്ലല്ല, അതാണ് ശിവലക്ഷ്മി. ഇതാണ് മോളെ പ്രതീതി മോളെ. അടുത്ത ആർദ്രജ, ജോബിൽ, ആര്യൻ, വിവേക്. ആർദ്രജയ്ക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടി നമ്മുടെ സ്കൂൾ വികസന സമിതി അംഗം അഷീജ മാഡത്തെ ക്ഷണിക്കുന്നു. അടുത്തത് ജോബിൽ കെ ബേബി. അപ്പം പ്രസാദ് കൊടിയാട്ട് അവരുടെ ക്ഷണിക്കുന്നു. അടുത്തതായി ആര്യൻ സമ്മാനം നൽകുന്നതിന് വേണ്ടി നമ്മുടെ PTA പ്രസിഡന്റ് വിനോദിനെ ക്ഷണിക്കുന്നു. വിവേകിന് സമ്മാനം നൽകുന്നതിനായിട്ട് HM-നെ ക്ഷണിക്കുന്നു. നമ്മുടെ LP കലോത്സവത്തിൽ സെക്കൻഡ് ഗ്രേഡ് ഭരതനാട്യത്തിൽ നേടിയ ഒത്തിരിക്കുള്ള സർട്ടിഫിക്കറ്റ് നൽകുന്നതിനായിട്ട് ശ്രീ പ്രൊഫസർ ഷാജികുമാർ അവലോകനം ക്ഷണിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നമ്മുടെ കുട്ടികൾക്ക് സമ്മാനം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രീ പ്രൈമറി കുട്ടികൾക്കുള്ള സമ്മാനം. അപ്പൊ ഇവരെ ഒന്ന് ലൈനായിട്ട് നിർത്തണേ. അക്ഷയ്, ശ്രേയ, വിവേക്, ദിവ്യാൻ, ശിവന്യ, ആദ്യമായിട്ട് SMC ചെയർമാൻ ശ്രീ സോണി മാത്യു അവരെ വിളിക്കുകയാണ്. ക്ഷണിക്കുന്നു. ഈ പ്രീ പ്രൈമറി കുട്ടികൾക്കുള്ള എല്ലാവരും ഒന്ന് അതിനായിട്ട് നിർത്തിയിരുന്നേ. അല്ല, അങ്ങനെയല്ല, എല്ലാവരും ഒരു ലൈനായിട്ട് വന്നാൽ മതി. പേര് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു ലൈനായിട്ട് ഇരുന്നത് ലൈനായിട്ട് നിർത്തിയിട്ട് പ്രീ സാറേ എല്ലാവരും എല്ലാരെയും നിർത്തി നമുക്ക് ഫോട്ടോ എടുക്കേണ്ടതാണ്. ആരും പോകരുത് മക്കളെ. അങ്ങോട്ട് മോനെ ഒരാൾ 5 എണ്ണം. SMC ചെയർപേഴ്സൺ ഉണ്ടായിരുന്നു, നമ്മുടെ MBTA പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അവരൊക്കെ സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരാവുന്നതാണ്. നമ്മുടെ ഇവിടെ എപ്പോഴും സഹകരിക്കുന്ന രക്ഷിതാവാണ് സുചിത്ര. മുകളില് ഭക്ഷണം കഴിക്കുന്നതിൽ സഹായിക്കാൻ നിൽക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സാർ അടുത്തായിട്ട് സാർ ഷുക്കൂർ സാർ, പ്രസാദ് സാർ, ഉമാഷ സാർ എല്ലാവരും വരണം. കുട്ടികളെ നമ്മൾ അങ്ങോട്ടൊക്കെ മാറ്റും.
സാറ് ചെയർമാൻ പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞു. വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണ് നമ്മുടെ SMC ചെയർമാൻ പറഞ്ഞിരിക്കുന്നത്. സ്കൂൾ വികസന സമിതി ചെയർമാൻ ഒരു ഓഫറാണ്. നമ്മുടെ സ്കൂളിൽ പുതിയതായിട്ട് ചേർന്ന കുട്ടികൾക്ക് 1500 രൂപയ്ക്ക് വരെയുള്ള സ്കൂൾ കിറ്റ്, അതായത് സ്കൂൾ ബാഗ്, ബുക്സ്, പിന്നെ പെൻസിൽ, കുട ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ നമ്മുടെ നല്ലവരായ നാട്ടുകാരെ ഇത് അറിയിക്കേണ്ടതാണ്. അതിനുവേണ്ടി സാറിനെ ഞാൻ ക്ഷണിക്കുകയാണ് പറയാൻ. ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞില്ല, പുതുതായിട്ട് നമ്മുടെ സ്കൂളിൽ ചേരുന്ന കുട്ടികൾക്കാണ് ഈ ഓഫർ പറഞ്ഞിരിക്കുന്നത്. അപ്പം എല്ലാവരും നിങ്ങളുടെ അടുത്തുള്ള രക്ഷിതാക്കളടുത്ത് സംസാരിച്ചിട്ട് മാക്സിമം കുട്ടികളെ നമ്മുടെ സ്കൂളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ ഒരു ലേറ്റായിട്ടൊരു കുട്ടി വന്നിട്ടുണ്ട്. ആ കുട്ടിക്കുള്ള സമ്മാനം നൽകുന്നതിന് വേണ്ടി ശ്രീ സോണി മാത്യു അവരെ ക്ഷണിക്കുന്നു. ഒരു സന്തോഷ വാർത്തയാണ് ഇവിടെ ഈ സ്കൂളിൽ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് മാതാപിതാക്കൾ പോയി പറയാം, ആരും മറന്നു പോകരുത്. ഈ ഓഫറാണ്. അടുത്തായിട്ട് നമ്മുടെ ഷീജ മാഡത്തിന് ഒരു പാട്ട് വേണം എന്നാണ് പറയുന്നത്. ഷീജ മാഡത്തെ ക്ഷണിക്കുന്നത്.